സീറ്റിൻ്റെ കവർ ഫുള്ള് പോയിരിക്കുകയായിരുന്നേ, പൂച്ചയൊക്കെ വന്നിട്ട്. അങ്ങനെ സീറ്റിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് നേരെ സർവീസിന് കൊടുത്തായിരുന്നേ വണ്ടി. അതുകഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നേ വൈകിട്ട്. സത്യം പറയല്ല, വിചാരിച്ചില്ല രണ്ടുപേരും ലവ് യു ഒക്കെ പറഞ്ഞ് ഫ്ലവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ പൊന്നേ, ഒന്നും പറയാനില്ല. ഭയങ്കര ഹാപ്പിയായി എനിക്ക് കേട്ടാ. അത് ചെയ്തത് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തതാണേ കാണിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഇവിടെ വീട് മൊത്തം അലങ്കോലാക്കിയിട്ടിരിക്കണം. അപ്പോൾ അത് കണ്ടപ്പോഴേ അവർ പറഞ്ഞ് എന്തായാലും, അങ്ങനെ എന്നോട് പറഞ്ഞില്ല, അവർ പരസ്പരം സംസാരിച്ചിരുന്നു, എന്തായാലും ഉമ്മച്ചിക്ക് നാളെ സർപ്രൈസ് കൊടുക്കണം. അങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് എന്നെ വെൽക്കം ചെയ്തത്. ഒക്കെ വിരിച്ച് മക്കള് പാത്രം കഴിയാ. അയ്യടാ, അല്ല മോളെ, എത്ര നേരം എടുത്തെല്ലാം കൂടെ ചെയ്യായി? എന്നിട്ട് രണ്ടിനും കൂടെ കുളിച്ചിപ്പം ഞാൻ സാധനം പോലും വെച്ചില്ല, അതും കൊണ്ട് പൂവൊക്കെ തന്നെ എനിക്ക് മക്കൾ ചെടിയൊക്കെ കൊണ്ട് വെച്ച്. ഏടാ, ഇഷ്ടപ്പെട്ടു, താങ്ക് യു. ഇന്നലെ വന്ന് കയറിയപ്പോ എങ്ങനെ, ഇന്നെങ്ങനെ, അടിപൊളി കേട്ടാ. ആണോ? രാത്രി ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ സാമ്പാറിൻ്റെ മലക്കറിയും മാവും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വാഴയ്ക്കപ്പമാണ് കേട്ടോ വാങ്ങിച്ചത്. വൈകിട്ട് ചായയോടെ കഴിക്കാനായിട്ട് കുറച്ച് വാഴയ്ക്കപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അടുക്കി വെച്ചിട്ട് നേരെ ചായ ഇടാൻ പോയേ. അങ്ങനെ നമ്മൾ 4 ആളും കൂടെ ചായയും വാഴയ്ക്കപ്പം കഴിച്ചേ. ഉമ്മ, ഞാൻ, ഐഷു, റേഹു. അങ്ങനെ നമ്മളിങ്ങനെ കൊച്ചു വർത്തമാനങ്ങളും രാവിലെ പോയതിന് ശേഷം അവർക്ക് കുറേ പറയാനുണ്ടല്ലോ. അപ്പം അതെല്ലാം കേട്ട് സംസാരിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ. നോക്കട്ടെ എന്തായിരിക്കണേ, കുറച്ച് വീഴാത്തെന്ത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി കാപ്പി ഉണ്ടാക്കാൻ പോട്ടെ ചേട്ടാ.